ഹായ്, ഞാൻ ഡോക്ടർ അനു, കൺസൾട്ടൻറ്റ് ഒഫ്താൽമോളജിസ്റ്റ്, പ്രിസൈസ് ഐ ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി. 40 വയസ്സിനുള്ള മുകളിലുള്ള എല്ലാവരും വർഷത്തിലൊരിക്കൽ തന്നെ ഒരു കണ്ണ് ഡോക്ടറെ കണ്ട് കണ്ണ് വിശദമായി പരിശോധിക്കേണ്ടതാണ്. അപ്പോൾ ഡോക്ടർ നമ്മുടെ കാഴ്ച, കണ്ണിൻ്റെ പ്രഷർ, കണ്ണിനുള്ളിലെ ഞരമ്പിൻ്റെ വലിപ്പം ഇതൊക്കെ ടെസ്റ്റ് ചെയ്തിട്ട് ഗ്ലോക്കോമ ഉള്ള ആളാണോ, ഭാവിയിൽ ഗ്ലോക്കോമ വരാൻ സാധ്യതയുള്ള ആളാണോ എന്നതൊക്കെ മനസ്സിലാക്കിയിട്ട് മുന്നോട്ടുള്ള ടെസ്റ്റുകളാണ് ചെയ്യുന്നത്. മുന്നോട്ടുള്ള ടെസ്റ്റുകൾ എന്ന് ഉദ്ദേശിക്കുന്നത് ഗ്ലോക്കോമ വരാൻ സാധ്യതയുള്ള ആൾക്കാർക്ക് നമ്മൾ ചെയ്യുന്നത് വിഷ്വൽ ഫീൽഡ് അനാലിസിസ് ചെയ്യും. അതായത് ചുറ്റുമുള്ള കാഴ്ചകളുടെ ഡാമേജ് എത്രത്തോളം വന്നിട്ടുണ്ടെന്നുള്ളൊരു ടെസ്റ്റ് ചെയ്യും. അതുപോലെ തന്നെ OCT പോലുള്ള സ്കാൻ ചെയ്ത് കണ്ണിൻ്റെ ഞരമ്പിൻ്റെ വലിപ്പവും ഞരമ്പിൻ്റെ അവസ്ഥയും നോക്കി രോഗനിർണയം നടത്തപ്പെടുന്നതാണ്. എന്തൊക്കെയാണ് ഗ്ലോക്കോമയ്ക്ക് ലഭ്യമായിട്ടുള്ള ചികിത്സാ രീതികൾ? ഗ്ലോക്കോമ ഏത് സ്റ്റേജിലാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? ഏത് തരത്തിലുള്ള ഗ്ലോക്കോമയാണ് ഒരാളെ ബാധിക്കുന്നത്? എത്രത്തോളം കാഠിന്യം എത്തിയിട്ടുണ്ട് രോഗത്തിൻ്റെ അവസ്ഥ എന്നതിനെ അനുസരിച്ചായിരിക്കും നമ്മൾ ചികിത്സ തീരുമാനിക്കുന്നത്. പ്രധാനമായും 3 തരത്തിലുള്ള ചികിത്സയാണുള്ളത്. ഒന്ന്, തുള്ളി മരുന്നുകൾ വഴി നമുക്ക് ഗ്ലോക്കോമ ചികിത്സിക്കാം. രണ്ടാമത്, ലേസർ പോലുള്ള ചികിത്സകൾ ഗ്ലോക്കോമയ്ക്ക് ലഭ്യമാണ്. ഏറ്റവും അവസാനമായിട്ടുള്ള ഓപ്ഷനാണ് ശസ്ത്രക്രിയ അല്ലെങ്കിൽ സർജറി. അതുകൊണ്ട് തന്നെ ശരിയായ സമയത്ത് സ്ക്രീനിംഗ് നടത്തി രോഗനിർണയം നടത്തിയാൽ കാഴ്ച എന്നേക്കുമായി നഷ്ടപ്പെടുന്നത് നമുക്ക് തടയാനാകും.